ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. രണ്ടാം ക്ലാസ്സിൻ്റെ ദിശ വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദിശ പഠന മികവ് രേഖ ക്ലാസ് 2 ഇംഗ്ലീഷാണ് വിഷയം. എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ആൻസറും ഇതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ്. നമ്മളോട് വരികൾ കൂട്ടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഡ് മോർ ലൈൻസ് ടു ദി സോങ്. അപ്പോൾ ആദ്യം നമുക്ക് ആ സോങ് ഒന്ന് നോക്കാം. റെഡ് റെഡ് ഈസ് ദി കളർ ഐ സീ. ഇഫ് യു ആർ വിയറിംഗ് റെഡ് ദെൻ ഷോ ഇറ്റ് ടു മീ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേൺ അറൗണ്ട്. അപ്പോൾ ഏത് കളറിനെ കുറിച്ചാണ് ആദ്യത്തെ വരികൾ പറഞ്ഞത്? റെഡിനെ കുറിച്ചാണല്ലേ. രണ്ടാമത്തെ വരികൾ നോക്കാം. ബ്ലൂ ബ്ലൂ ഈസ് ദി കളർ ഐ സീ. ഇഫ് യു ആർ വിയറിംഗ് ബ്ലൂ ദെൻ ഷോ ഇറ്റ് ടു മീ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേൺ അറൗണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളോട് അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കളേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ അവിടെ ഏതൊക്കെ കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്? വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്രൗൺ. അപ്പോൾ ഇത്രയും കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളറൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ പോയം ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് വൈറ്റ് വെച്ചിട്ട് എഴുതി നോക്കാം. വൈറ്റ് വൈറ്റ് ഈസ് ദി കളർ ഐ സീ. ഇഫ് യു ആർ വിയറിംഗ് വൈറ്റ് ദെൻ ഷോ ഇറ്റ് ടു മീ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേൺ അറൗണ്ട്. അടുത്തത് ബ്ലാക്ക് വെച്ചിട്ട് എഴുതാം. Black 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 is the color I see. If you are wearing black then show it to me. Stand up and turn around. അപ്പോൾ ഇതാണ് ബ്ലാക്ക് വെച്ചിട്ട് എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഓറഞ്ച് വെച്ചിട്ട് എഴുതാം. ഓറഞ്ച് ഓറഞ്ച് ഈസ് ദി കളർ ഐ സീ. ഇഫ് യു ആർ വിയറിംഗ് ഓറഞ്ച് ദെൻ ഷോ ഇറ്റ് ടു മീ. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേൺ അറൗണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 3 എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഇതുപോലെ കൂട്ടുകാർ വയലറ്റും ഗ്രീനും യെല്ലോയും ബ്രൗണും എഴുതണം. അപ്പോൾ ആ ഓറഞ്ച് ഓറഞ്ച് എന്ന് എഴുതി കൊടുത്ത് കളർ എഴുതി കൊടുത്ത് മാത്രം മറ്റുള്ള കളേഴ്സ് ചേർത്താൽ മതി. വേറൊരു മാറ്റവും ഇല്ല. ലൈൻസൊക്കെ അതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി ഫൈൻഡ് ദി നെയിംസ്. ഹിയർ are some objects seen in the park. Can you help Sachin to find out the names of that objects from the puzzle? ഈ പസിൽ ഉപയോഗിച്ചിട്ട് സച്ചിനെ നമ്മളോട് സഹായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എവിടെ കാണുന്നതാണ്? കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ, പാർക്കിലൊക്കെ കാണുന്നതാണല്ലേ. അപ്പോൾ അതൊന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പസിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാൻ ആദ്യത്തേത് നമുക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഞ്ഞാൽ എന്നാണല്ലേ അർത്ഥം. അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റത്തേത് നോക്കാം. ഫ്ലോവർ എന്നാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ ഫ്ലോവർ എന്നുള്ളത് ആ സ്വിങ്ങിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് അടിയിൽക്കായിട്ട്. അപ്പോൾ അത് കൂട്ടുകാർ അവിടെ വട്ടം വരയ്ക്കുകയോ അല്ലെങ്കിൽ കളർ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് സീസോ ആണ്. അപ്പോൾ കൂട്ടുകാർ ആ ഫ്ലവർ എന്നുള്ള പസിലിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ട് സീസോ എന്നും. അപ്പോൾ അതും കൂടെ ഒന്ന് കൂട്ടുകാർ വരച്ചിടണം കേട്ടോ. അടുത്തത് എന്താണ്? ബെഞ്ചാണല്ലേ. അപ്പോൾ കൂട്ടുകാർ അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അടിയിൽ നിന്ന് രണ്ടാമത്തെ വരിയിലുണ്ട് ബെഞ്ച് എന്നുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ വരച്ചിടണം കേട്ടോ. അതിൻ്റെ അടിയിലുള്ളത് സ്വിങ് ആണ്, ഊഞ്ഞാൽ. അപ്പോൾ അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് എന്താണ്? കൂട്ടുകാർക്ക് അറിയോ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ, പക്ഷെ പേര് അങ്ങനെ അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ കൂട്ടുകാർ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് പേര് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, പേര് പഠിച്ചിട്ടുണ്ടാവില്ല കൂട്ടുകാർ. അപ്പോൾ അതെന്താണ്? അപ്പോൾ അത് ക്ലൈംബർ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ബെഞ്ച് എന്ന് പസിലിൽ കണ്ടില്ല, അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് ക്ലൈംബർ എന്ന്. അടുത്തതായിട്ട് എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതെന്താണ്? ട്രീ ആണല്ലേ. അപ്പോൾ സ്വിങ് എന്നുള്ളതിൻ്റെ ആ അടുത്ത വരി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വരിയിലുണ്ട് ട്രീ എന്നുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ വരച്ചിടണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആക്ടിവിറ്റിയിൽ വരുന്നത്. അപ്പോൾ വളരെ ഈസി ആണല്ലേ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി റിഡിൽസ്. Bruno is explaining about the vegetables in the vegetable shop. Let's help Sachin to find out the answers of the riddle. ഈ റിഡിലിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. I am round and red. I am also red inside. Who am I? ആരായിരിക്കും അത്? നമുക്ക് മനസ്സിലായല്ലേ. ടൊമാറ്റോ ആണല്ലേ. റെഡാണ്. അതിൻ്റെ പുറം വശത്തും ഉള്ളിലും റെഡാണ്. അപ്പോൾ ഏതായിരിക്കും? ടൊമാറ്റോ തന്നെയാണല്ലേ. അടുത്ത റിഡിൽ. ഐ ആം റൗണ്ട് ആൻഡ് ഓറഞ്ച്. ഐ ആം വെരി ബിഗ്. ഹൂ ആം ഐ? ഞാൻ റൗണ്ടാണ്, ഓറഞ്ച് കളറാണ്, പിന്നെ ഞാൻ വലിയതാണ്. അപ്പോൾ ഏതായിരിക്കും? പംകിൻ ആണല്ലേ. അടുത്തത് ഐ ആം പർപ്പിൾ. ഐ ആം ലോങ്. ഹൂ ആം ഐ? ഞാൻ പർപ്പിൾ കളറാണ്, പിന്നെ ഞാൻ നല്ല നീളമുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും?
ബ്രിഞ്ചാളാണല്ലേ. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ എഴുതിയെടുക്കണം കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ബ്രൂണോ റിട്ടേൺഡ് ഹോം. സച്ചിൻ ഈസ് വെരി ഹാപ്പി. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മളോട് ബ്രൂണോ വീട്ടിലേക്ക് തിരിച്ചെത്തി, സച്ചിൻ വളരെ ഹാപ്പി ആയി. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ, അവർക്കിടയിൽ നടന്ന കോൺവെർസേഷൻ മുഴുവനാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹേ മൈ ബ്രൂണോ കം ബാക്ക്. അപ്പോൾ സച്ചിൻ ചോദിക്കുകയാണ്, ഹേ ബ്രൂണോ നീ വന്നോ എന്ന്. ഡിയർ ഫ്രണ്ട് ആർ യു ഡാഷ് കൊടുത്തിട്ടുണ്ടല്ലേ, അവിടെ എന്താവും വരിക കൂട്ടുകാർക്ക് അറിയോ? ഹാപ്പി നൗ എന്നാണല്ലേ ചോദിക്കുക. എൻ്റെ ഫ്രണ്ട് നീ ഇപ്പോൾ ഹാപ്പി ആയോ എന്നാവും ചോദിക്കുക അല്ലേ ബ്രൂണോ. അടുത്തതായിട്ട് ഡോണ്ട് ഡു ദിസ്, പിന്നെ എന്താവും അവിടെ വരിക? എഗെയിൻ എന്നാണ് അവിടെ വരിക. നീ ഇതൊരിക്കലും ചെയ്യരുത്. നോ ഐ വിൽ ഡാഷ് എഗെയിൻ, എന്താവും അവിടെ വരിക? നെവർ ഡു ദിസ് എഗെയിൻ എന്നാണ് വരിക. ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഡാഷിലൊക്കെ വരിക. അപ്പോൾ അത് കൂട്ടുകാർ എഴുതി ചേർക്കണം കേട്ടോ. നമുക്ക് അടുത്ത വർക്കിലേക്ക് കടക്കാം. ഡിസ്ക്രൈബ് ദി പിക്ചർ. പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രൂണോ ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദി ഗാർഡൻ ഇൻ ദി പാർക്ക്. ബ്രൂണോ ഗാർഡൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് പാർക്കിലുള്ള. ക്യാൻ യു ഹെൽപ്പ് ബ്രൂണോ ടു ഡിസ്ക്രൈബ് ദാറ്റ് ഗാർഡൻ. ബ്രൂണോയെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വരി അവിടെ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള 2 വരിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ്. ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ. കുറേ പൂക്കളുണ്ട് ഗാർഡനിൽ. ദർ ആർ മെനി ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ് ആൻഡ് ലോൺ ട്രീസ്. അപ്പോൾ എന്താണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്, വലിയ മരങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ആ 2 വരിയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ ഉണ്ടാക്കി എഴുതാം. അപ്പോൾ ഈ 2 വരിയെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദിശ വർക്ക്ഷീറ്റിൽ തന്നിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.